എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയെ ഓർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. എന്താണ് ഈ മനംമാറ്റത്തിന് പിന്നിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ആ ശുഭവാർത്ത ആ വ്യക്തിയിൽ നിന്നും ഉടൻ നിങ്ങൾ അറിയും എന്നതിനെക്കുറിച്ചാണ്. വലിയ രീതിയിലുള്ള ഒരു റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 അക്കങ്ങൾ, 2 ഫയലുകളാണ്. ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുത്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. മനംമാറ്റം എന്താണ്? ഒന്നാമത്തെ 543 എന്ന ഈ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങാണ് നാം പറയുന്നത്. ആ വ്യക്തിയുടെ മനംമാറ്റത്തിന് പിന്നിൽ എന്താണ്? നിങ്ങൾ ആ വ്യക്തിക്ക് പുറകെ ഒരുപാട് നടന്നിരുന്നു. അന്നൊക്കെ അവഗണിച്ചും നിങ്ങളെ പരിഗണിക്കാതെയും ആ വ്യക്തി മുന്നോട്ട് പോയി. ആ വ്യക്തി അപ്രകാരം മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മനോവ്യതയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ വ്യക്തി തന്നെ പരിഗണിക്കാത്തത്? തന്നെ ആ വ്യക്തി പരിഗണിക്കാതെ ആകുമ്പോൾ തനിക്ക് ദുഃഖം ഉണ്ടാകുന്നു. ഏതെല്ലാം തരത്തിലാണ് തൻ്റെ ദുഃഖം, തൻ്റെ വിഷമം എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരുന്നു ആ വ്യക്തി. നിങ്ങളെ മനസ്സില്ലാ മനസ്സോടെ അവഗണിച്ചപ്പോഴും ആ വ്യക്തിയുടെ ഉള്ളിൽ വേദനകളുണ്ടായിരുന്നു. ആ വ്യക്തിക്ക് അറിയാമായിരുന്നു ജീവിതത്തിൽ തനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നൽകിയത്, സ്നേഹം ലഭിച്ചത് നിങ്ങളിൽ നിന്നാണെന്നും സ്നേഹം നൽകിയത് നിങ്ങളാണെന്നും ആ വ്യക്തിക്ക് കൃത്യമായി അറിയാം. അത്രത്തോളം മനസ്സ് ഉരുകി, മനസ്സറിഞ്ഞ് ആ വ്യക്തിയെ സ്നേഹിച്ചത് നിങ്ങളല്ലാതെ മറ്റാരുമില്ല. ആ വ്യക്തി അതറിയാത്ത വ്യക്തിയല്ല. ആ വ്യക്തിക്ക് ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യവുമുണ്ട്. പക്ഷേ ഒരുപാട് സമ്മർദ്ദങ്ങൾ, ഒരുപാട് ആളുകളുടെ പ്രേരണകൾ നിങ്ങളെ വെറുക്കുന്നതിന് വേണ്ടി ആ വ്യക്തിക്ക് ലഭിച്ചിരുന്നു. പറയുമ്പോൾ എല്ലാവരും നിങ്ങളോട് ഇഷ്ടമാണ്, സ്നേഹമാണ് എന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളോട് വൈരാഗ്യത്തോടെയും നിങ്ങളോട് യാതൊരു നിലപാടുമില്ലാതെ പെരുമാറിയവരുണ്ടായിരുന്നു. അവർ ആ വ്യക്തിയെ വെച്ച് നിങ്ങളോട് വിലപേശുകയായിരുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സമാധാനവും കിട്ടരുത്, നിങ്ങൾ ജീവിതത്തിൽ ഒരു വിജയവും വരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട് ചിലരൊക്കെ ചില പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അത്തരം പ്രവർത്തനങ്ങൾ, അത്തരം കാര്യങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ, ഒരുപാട് സംഭവിച്ചപ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നി. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു അവസാനം എന്നുള്ളത്. നിങ്ങൾ ഇത്രയേറെ സ്നേഹിച്ചിട്ടും ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളെ അവഗണിച്ചു എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഒരു ചോദ്യമായി നിന്നു. ആ വ്യക്തി പക്ഷെ സ്വയം മനസ്സിലാക്കി തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, തന്നോട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത നൽകിയത് നിങ്ങളാണെന്ന് കൃത്യമായ വ്യക്തിക്കറിയാം. നിങ്ങളിൽ നിന്ന് അകന്ന ഓരോ നിമിഷവും താൻ പരിഗണിക്കപ്പെടാതെ തള്ളപ്പെട്ടു പോവുകയാണ്, അവഗണിക്കപ്പെട്ടു പോവുകയാണെന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ടായി. അങ്ങനെ അതറിഞ്ഞ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. എങ്ങനെയാണ് ഇതിന് മറുപടി ലഭിച്ചത്? അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ആ വ്യക്തിക്ക് കൃത്യമായ ആ നിലപാട്, കൃത്യമായ ആ തിരിച്ചടി ലഭിച്ചുവെന്ന്. അടുത്തതായിട്ട് 2ാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങാണ് നാം നോക്കുന്നത്. ശുഭവാർത്ത ആ വ്യക്തിയിൽ നിന്നെത്തും, തീർച്ചയാണ്. പക്ഷേ ഈ ശുഭവാർത്തക്ക് മുമ്പ് മാനസികമായി ഒരുപാട് വിഷമിച്ചു. നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ പഴിചാരപ്പെട്ടു, കുറ്റപ്പെടുത്തപ്പെട്ടു, ചോദ്യം ചെയ്യപ്പെട്ടു. മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചതിൻ്റെ പേരിൽ, മറ്റുള്ളവരോട് ഒരുപാട് സ്നേഹം കാണിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ശിക്ഷകൾ, ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നേടുന്നതിനോ, നിങ്ങൾക്ക് ഈ ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുന്നതിനോ ഒന്നും ആയിരുന്നില്ല. നിങ്ങൾ ആരെയൊക്കെയോ സ്നേഹിച്ചിട്ടുണ്ടോ, ആരൊക്കെയോ ആത്മാർത്ഥതയോടെ കണ്ടിട്ടുണ്ടോ, ആർക്കൊക്കെ സഹായങ്ങൾ ചെയ്തുവോ, അവർ നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളുടെ ശത്രുക്കളായി മാറി. സ്നേഹിക്കും തോറും
പിന്തുണ നൽകും തോറും, ആത്മാർത്ഥത കാണിക്കും തോറും അവർ നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങി. അത് നിങ്ങൾക്ക് സഹിക്കാൻ ഒട്ടും കഴിയുന്നതായിരുന്നില്ല. പക്ഷേ അധികാരം സ്ഥാപിച്ച് നിങ്ങൾ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അവർ കരുതിയത്. നിവൃത്തികേടിൽ നിന്നും അവരെ സഹായിക്കുമ്പോഴും നിങ്ങളുടെ കാരുണ്യം കൊണ്ട് മാത്രം ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടതിൽ. പക്ഷേ ആരും നന്ദി കാണിക്കുന്നവരായിരുന്നില്ല. എല്ലാവർക്കും അവനവൻ്റെ കാര്യങ്ങൾ നടക്കുക എങ്ങനെയെങ്കിലും എന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. ഒരു വാക്കുകൊണ്ട് പോലും നന്ദി പറയാത്ത കുറേ ആളുകൾ, അവർക്കിടയിലാണ് നിങ്ങൾ പെട്ടുപോയത്. മനോവിഷമത്തിൻ്റെ മാറാത്ത ദിനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ അവഗണിച്ചവർക്ക് മനസ്സിലാക്കിയ ഒരു തെളിവ് നൽകിയിരിക്കുന്നു. നിങ്ങളെ അവഗണിച്ചവർക്ക് ചുട്ട മറുപടി ശക്തി നൽകിയിരിക്കുന്നു. അവർ നിങ്ങളുടെ കാല് പിടിക്കാൻ വരുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും, ആരാണിതിൻ്റെ പിന്നിൽ. നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളുടെ നന്മയും വിജയിച്ചു എന്ന് മാത്രം കരുതിയാൽ മതി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.